ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ കഴിഞ്ഞ സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോ കേജ്രിവാൾ സാറിന്റെ വലിയൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, റീസെന്റ്ലി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ യമുന നദി വൃത്തിയാക്കി, യമുന നദിയുടെ ഇതിനു മുൻപുള്ള സാഹചര്യം അതിൽ അമോണിയ 2-3 ദിവസത്തെ കാണാൻ സാധിക്കൂ, ഇപ്പോ ദിവസവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഇത് താങ്കളുടെ സർക്കാരിന്റെ ഒരു തോൽവി തന്നെയല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് നല്ലൊരു പദവിയാണ് കിട്ടിയത്. 10 വർഷം മുഴുവനുമുള്ള ടെന്യൂർ, പിന്നെ ഒരു 12 വർഷത്തെ ടെന്യൂർ. അവര് തുടക്കം മുതലേ പറഞ്ഞു യമുന ഞാൻ ഇങ്ങനെയെല്ലാം ക്ലീൻ ചെയ്യുമെന്ന്. പിന്നെ 5 വർഷം കഴിഞ്ഞ് പറഞ്ഞു ഇല്ല, ഇപ്രാവശ്യം ഞങ്ങളെ കൊണ്ടത് സാധിച്ചില്ലെന്ന്. ഇനിയൊരു അവസരം കൂടെ തന്നാൽ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോ അവര് പറഞ്ഞു സോറി ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, കൈവിട്ടു പോയെന്ന്. വീണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അതൊരു ഗവൺമെന്റ്. ഇപ്പൊ വേറൊരു ഗവൺമെന്റ് പദവിയിലെത്തിയിട്ട് 4 മാസം ആവുന്നുള്ളൂ. ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇതിന്റെ തീരുമാനം എങ്ങനെ എടുക്കാം, ഇതിനെന്തൊക്കെ ചെയ്യാം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാനൊരു 2 മിനിറ്റ് സമയം എടുത്തിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാം. യമുന നദി അത് യമുനോത്രയിൽ ആരംഭിച്ചിട്ട് പ്രയാഗ്രാജിൽ അവസാനിക്കുന്നു. ഏകദേശം 1400 കിലോമീറ്ററാണ് യമുന നദിയുടെ നീളം. അതിൽ 48 കിലോമീറ്റർ ഡൽഹി വഴിയാണ് പോകുന്നത്. ഇന്ന് ഏത് യമുന നദിയാണോ ഡൽഹിയിലൂടെ കടന്നു പോകുന്നത് അവിടെ ഫ്രഷ് വാട്ടർ കിട്ടില്ല. അവിടെ ഏത് വെള്ളമാണോ കിട്ടുന്നത് അതങ്ങനെ കുടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. നദിക്കുള്ള എന്താ പോകും, 200 ഡ്രൈനേജുകൾ വരും. അത് ഡൽഹി മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ ഡ്രൈനേജുകൾ, നസബ്കട്ട് ഡ്രൈനേജുകൾ, ഷാത്രയിൽ നിന്നുള്ള ഡ്രൈനേജ്, അതെല്ലാം നദിയിലേക്കാണ് പോകുന്നത്. അതെങ്ങനെയായിരിക്കും വെച്ചാൽ ഭയങ്കര അഴുക്കായിട്ട് മാലിന്യം നിറഞ്ഞായിരിക്കും പോകുന്നത്. ഇതിനുവേണ്ടി ആ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഭരണത്തിലെത്തിയപ്പോ യമുനാ നദി എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ആലോചിച്ചേ. അതിനാദ്യം ഈ ഡ്രൈനേജ് എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ആ ഡ്രൈനേജ് സ്റ്റോപ്പ് ചെയ്ത് വൃത്തിയാക്കി DOD ലെവൽ ശരിയാക്കിയതിനു ശേഷം മാത്രമേ നദിയിലേക്ക് വിടാൻ പറ്റുകയുള്ളൂ. 38 STP പ്ലാൻ ഉണ്ടതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ 22 DPCC ഗൈഡ് ലൈൻ ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് അത് പ്രവർത്തിക്കില്ലായിരുന്നു. ഞങ്ങൾ ഏകദേശം 3800 MLB അതിന്റെ സെൽറ്റ് ആ ഡ്രൈനേജിൽ നിന്ന് വെളിയിലേക്ക് വരും. അതിന്റെ പ്രോസസ് 1000-1200 ചെയ്യാൻ പറ്റില്ല. അത് മൊത്തം നോക്കി ആ നദിക്കുള്ളിലായിരുന്നു. ഇന്ന് ഈ ഗവൺമെന്റ് വന്നതുമുതൽ ആദ്യം എല്ലാ ഡ്രൈനേജിനും ടാപ്പിംഗ് സിസ്റ്റം ഉണ്ടാക്കി. അതിൽ പഴയ STP അതായത് 38 അത് അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ജോലി നോക്കി. പിന്നെ പുതിയ ഡീസെൻട്രലൈസ്ഡ് STP അതായിരിക്കും ആ ഡ്രൈനേജിനെ ശുദ്ധീകരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അതുവരെ വെള്ളം ശുദ്ധിയാക്കാൻ പറ്റില്ല, യമുന നദിയും ശുദ്ധീകരിക്കാൻ പറ്റില്ല. ഇന്ന് ഡൽഹിയിലെ എത്രത്തോളം ഇൻഡസ്ട്രിയൽ ഏരിയകളുണ്ട്, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലൂയിന്റിന് ഒരു ടാപ്പിംഗും ഇല്ല. ആ ഫ്ലൂയിന്റ് ശരിയാക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല. അതിൽ എത്രത്തോളം കെമിക്കൽ മിക്സ് ആയിട്ടുണ്ടാവും. അത് നദിയിലേക്ക് വരുമ്പോ അത് പതഞ്ഞു പൊങ്ങുന്നു. അതെല്ലാം ടാപ്പ് ചെയ്യുന്ന ജോലികളാണ് ഞങ്ങൾ നോക്കുന്നത്. ഇന്ന് ഹരിയാനയിൽ നിന്നുള്ള ഫാക്ടറികളിൽ നിന്ന് വരുന്ന എല്ലാ ഫ്ലൂയിന്റുകളും ടാപ്പ് ചെയ്യാൻ വേണ്ടി ഹരിയാനയോട് സംസാരിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ യമുന നദിയിലേക്ക് വരുന്ന ഓരോ തുള്ളി വെള്ളവും വൃത്തിയുള്ളതായിരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിന് 9,000 കോടിയാണ് ബഡ്ജറ്റ്. അത് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതൊന്നും ഒരു ദിവസത്തെ ജോലികളല്ല. ഞങ്ങളുടെ അടുത്ത് നിങ്ങളെപ്പോലെ റിപ്പോർട്ടേഴ്സും ചോദിക്കും എന്ന് തീരുവെന്ന്. ഞാൻ താങ്കളോട് കള്ളം പറയില്ല. ഈ ജോലി വളരെ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന രീതി, ഞങ്ങൾ അതിനുവേണ്ടി ഏത് എക്സ്പെർട്ടിനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യണോ, ഈ എല്ലാ ജോലികളും ഈ 4 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഓരോ മിനിറ്റും അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ അതെല്ലാം തീർക്കുന്നതായിരിക്കും. അത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഈ 1200 കോളനികളും ഡൽഹിയിലുള്ള അൺഓതറൈസ്ഡ് കോളനികളും അവിടെ സീവർ ലൈൻസ് ഇല്ല. അവിടെ മൊത്തം സീവർ ലൈൻസ് ഇട്ടേ മതിയാവും. ആ ജോലിയാണ് ഞങ്ങൾ ആരംഭിച്ചത്. ആ ഡ്രൈനേജിലെല്ലാം സീവർ ലൈൻസേ ഇല്ല. ആ സീനേജ് എല്ലാം ഡ്രൈനേജിലായിരിക്കും പോയി ചേരുന്നത്. അതങ്ങനെ യമുന നദിയിലേക്ക് പോകുന്നു. ഇതെല്ലാം ശരിയാക്കാൻ അവിടെ സീവർ ലൈൻസ് ഇടണം, പൈപ്പ് ലൈൻ ഇടണം. ഈ ജോലികളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ എത്രത്തോളം സോളിഡ് വേസ്റ്റ് ഉണ്ടോ, നിങ്ങളുടെ വേസ്റ്റ് യമുന നദിയിലേക്ക് പോകുമ്പോ അതാദ്യം ക്ലീൻ ചെയ്യണം, അതിന്റെ ഫ്ലോയ്ക്ക് വേണ്ടി. ഹരിയാനയോട് സംസാരിച്ചു, ഉത്തർപ്രദേശിനോട് സംസാരിച്ചു. യമുന നദിയുടെ ഒഴുക്കിന്റെ ശക്തി കൂട്ടാൻ എല്ലാ സൈഡിലും ഗവൺമെന്റ് പോരാടുകയാണ്. പിന്നെ ഞാനിത് വലുതാക്കി പറയുന്നല്ല. പ്രധാനമന്ത്രി മുതൽ ഏത് വ്യക്തിക്കാണോ ഇതിൽ താല്പര്യമുള്ളത്, യമുന നദിയെപ്പറ്റി പല മടങ്ങ് ചിന്തകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. യമുന നദിയുടെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും സത്യസന്ധരായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ യമുന നദിയെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ നല്ല വൃത്തിയുള്ളതും ശുദ്ധമായ ജലത്തോടുകൂടിയും കാണപ്പെടും. പക്ഷെ താങ്കൾ ഒരു കാര്യം മറന്നു. കേജ്രിവാൾ സാർ പറയുന്നു യമുന നദി വൃത്തിയാക്കിയതുകൊണ്ട് വോട്ടൊന്നും ലഭിക്കില്ലെന്ന്. അത് അദ്ദേഹത്തിന് മനസ്സിലായി.
അദ്ദേഹത്തിന്റെ വിശ്വാസം അത് വീണ്ടും ഇലക്ഷൻ വന്നാൽ മാറുമെന്നാണ്. ഇലക്ഷൻ വരുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും മാറും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ വിശ്വാസം യമുന നദിയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് സത്യമാണ്. ഇലക്ഷൻ വരുന്നോ ഇല്ലയോ, വോട്ട് കിട്ടുവോ ഇല്ലയോ, ഇവിടെയുള്ള ഇന്ത്യക്കാർക്കെല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ യമുന നദി ഡൽഹിയിൽ വൃത്തിയായിട്ട് ഓടണമെങ്കിൽ അത് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. അവർക്ക് മറ്റൊരു പരാതിയുമുണ്ട്. താങ്കൾ കോളനിയിലുള്ള ക്ലിനിക്കുകൾ ക്ലോസ് ചെയ്തെന്ന്. അതിർഷി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ മരുന്നുകളും ടെസ്റ്റുകളും എല്ലാം ജനങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചതാണെന്ന്. ദാ നോക്ക്, അത് ഡൽഹിയിലെ ജനങ്ങളോട് തന്നെ ചോദിക്കണം. സോ ആഡംബരമായിട്ടുള്ള ഗവൺമെന്റിന് ആഡംബരമായിട്ട് പ്രൊപ്പഗണ്ടം ചെയ്യേണ്ട വഴി അവർക്കറിയാവുന്നതാണ്. വിൽക്കുന്ന വഴി പബ്ലിസിറ്റി എങ്ങനെ നടക്കും? പറഞ്ഞിരുന്നില്ലേ കുറച്ചുനാൾ പബ്ലിസിറ്റി ചെയ്യുന്ന. കോളനി ക്ലിനിക് എന്ന് വെച്ചാ അഴുക്കുചാലിന്റെ അടുത്ത് ഒരു ക്യാബിൻ നിർത്തിയിട്ടിട്ട് പിന്നെ അവിടെ ഒരു ഡോക്ടറിനെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് 40 രൂപ കിട്ടുമെന്ന്. അപ്പൊ താങ്കൾ തന്നെ പറ, ഡോക്ടർ പേഷ്യന്റിനെ ഗുണപ്പെടുത്തുവോ അതോ ക്യൂ നിർത്തുമെന്ന്? പിന്നെ അതിൽ നോക്കിയ അതിലും അഴിമതി, അതിലും വഞ്ചന. പിന്നെ അദ്ദേഹം പറയും ഞാൻ ഒരു ദിവസം 500 പേഷ്യന്റിനെ നോക്കി എനിക്ക് അതിനനുസരിച്ച് ശമ്പളം വേണമെന്ന്. അവിടെയാണെങ്കിൽ ഒരു മരുന്നും ഇല്ല, വാക്സിനുകളും ഇല്ല. ആരോഗ്യമന്ത്രിക്ക് അതിന് എന്ത് കമ്പാരിസൺ ഉള്ളത്? ആരോഗ്യമന്ത്രി അതൊരു ഫുൾ ഫ്ലെഡ്ജ് ആണ്. അവിടെ പ്രൈമറി ഹോസ്പിറ്റലുണ്ട്, ഡിസ്പെൻസറി ഉണ്ട്, അതിനുള്ളിൽ മെഡിക്കൽ സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരും ഉണ്ടാകും. അവിടെ നോക്കി അവിടെ മെഡിസിൻ കിട്ടും, വാക്സിനേഷൻ കിട്ടും, അവിടെ നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, ഫസ്റ്റ് എയ്ഡും കിട്ടും. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിന് പോലും ഫുൾ പ്രൊവിഷൻ ഉണ്ടാവും. എല്ലാവരും ഇവിടെ ഫാമിലി പ്ലാനിങ്ങിനും ഇതുപോലെയൊക്കെ അതും അവിടെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ പ്രൈമറി സെക്ടറിന്റെ ഹെൽത്ത് കെയർ നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടും. പിന്നെ ഇതുപോലുള്ള സൗകര്യം 1200-ലധികം ആരോഗ്യമന്ദിർ ചെയ്യാനുള്ള ജോലികൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് ഞങ്ങൾ 100 ആരോഗ്യമന്ദിർ ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഡൽഹിയിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതിനാലേ ജനങ്ങൾക്ക് എത്രത്തോളം നന്മകൾ ലഭിക്കാൻ പോകുന്നു. കോളനി ക്ലിനിക്കൽ ഒരു ഫ്രോഡാണ്. ഡൽഹിയിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ജനങ്ങളുടെ പണം തെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇന്ന് ആരോഗ്യമന്ത്രി എവിടേക്കാണ് തുറന്നിരിക്കുന്നത്, അവിടെ ജനങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു, അത് പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് അവർക്ക് ശരിയായ രീതിയിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നു. താങ്കൾ എന്തെങ്കിലും അവിടേക്ക് പോയി സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടോ? താങ്കൾ ഓപ്പൺ ചെയ്ത ആരോഗ്യമന്ദിർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോന്ന്? എന്റെ ജോലി ഇതാണ്. ഡൽഹിയിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് 24x7 അവരുടെ മുഖ്യമന്ത്രിയെ ആരോഗ്യമന്ത്രി കാണാൻ കഴിയും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിലോ അല്ലെ ഡ്രൈനേജിന്റെ അടുത്തോ കാണാൻ കഴിയും. അതായത് ഞങ്ങൾ ജനങ്ങളെപ്പറ്റി എത്രത്തോളം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാനായാലും മന്ത്രിമാരായാലും നിയമസഭാ അംഗങ്ങളായാലും. അതായത് അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ബഹുമാനിക്കുന്ന മനീഷ് സിസോഡിയ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം തയ്യാറാക്കിയിരുന്നു, നല്ല മോഡൽ തയ്യാറാക്കിയിരുന്നു ഡൽഹിയിലെ സ്കൂളുകളുടെ സാഹചര്യം മാറ്റാൻ വേണ്ടി. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ന്യൂയോർക്ക് ടൈംസിലും വന്നിരുന്നു. ഏത് എഡ്യൂക്കേഷണൽ മോഡലിനെ പറ്റിയാണ് അവര് പറയുന്നത്? അവിടെ എഡ്യൂക്കേഷണൽ മോഡൽ എല്ലായിടത്തും ഡൽഹി എഡ്യൂക്കേഷണൽ മോഡലായിട്ട് മാറി. ഒരു കാര്യം പറയട്ടെ, ഡൽഹി സർക്കാരിന്റെ മൊത്തം സ്കൂളിലും 16 ലക്ഷം കുട്ടികളുണ്ട്. സ്കൂളാണെങ്കിൽ 799. ആ 799-ല് വെറും 253 ബിൽഡിംഗ് മാത്രമേ കൊള്ളാവൂ. വേറെ സ്കൂളൊക്കെ ഇപ്പോഴും സെമി ഫിനിഷ്ഡ് ബിൽഡിംഗിലാണ്, ഷെഡിലാണ്. ഇങ്ങനാണ് ഡൽഹി എഡ്യൂക്കേഷണൽ മോഡൽ ഉള്ളത്. അത് മനസ്സിലാക്കി ഗവൺമെന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ മോഡൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയതാണ്. ഇപ്പൊ നോക്ക്, അക്കാര്യങ്ങളിലും എത്രത്തോളം കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന്. ബാത്റൂം പോലും ക്ലാസ് റൂമായിട്ട് ഡിക്ലെയർ ചെയ്തു. പിന്നെ ഓരോ ക്ലാസ് റൂമിന് 40 ലക്ഷം ചെലവായെന്ന് പറയുന്നു. 50 ലക്ഷം അത്രയൊക്കെ ചെലവാകുവോ? ഇത്രയും കോടികൾ ചെലവാകുവോ? അതിനാ CAG റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിനൊക്കെ അദ്ദേഹം ജയിലിലേക്ക് പോയിട്ട് വന്നത്. എത്രത്തോളം അധികം അഴിമതി ഉണ്ടെന്ന് വെച്ചാ ഈ ഡൽഹിയുടെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും ചെയ്തു കാണില്ല. അമേരിക്കക്കാർ അപ്രീഷിയേറ്റ് ചെയ്തല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏത് മാനേജ്മെന്റ് ആണെന്ന് പഠിച്ച ഗവൺമെന്റിനറിയാം. എവിടെ എന്ത് ചെയ്യണം, ഏത് പ്രിന്റ് ചെയ്യണം, ഏതറിയണം, ഏത് കാര്യം മറച്ചു വെക്കണം, അവർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവരുടെ റൂൾസ് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഡൽഹിക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ഡൽഹിയുടെ നന്മയ്ക്കാണ്. ഡൽഹി സ്കൂൾസിന് താങ്കളുടെ മോഡൽ എന്താണ്? ഞാൻ വിചാരിക്കുന്നത് ഡൽഹിയിലുള്ള ഗവൺമെന്റ് സ്കൂൾ അതെല്ലാം ആദ്യം ഞങ്ങൾ ബെറ്ററായിട്ട് മാറ്റിയേ മതിയാവും. ഇന്ന് പേരൻസ് സ്കൂളില് അവരുടെ കുട്ടികൾക്ക് വേണ്ടി
പ്രൈവറ്റ് സ്കൂളിൽ വലിയ ക്യൂകളിൽ നിന്ന് അവരുടെ കുട്ടികൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ ഡൽഹിയിലെ ഗവൺമെന്റ് സ്കൂളിലും കുട്ടികളെ ചേർക്കണമെന്നുള്ള ആഗ്രഹം അവർക്ക് വരണം. ഗവൺമെന്റ് സ്കൂളിലും എല്ലാ കുട്ടികൾക്കും ബെറ്റർ എഡ്യൂക്കേഷൻ നൽകണം. അപ്ഡേറ്റഡ് കരിക്കുളം കൊടുക്കണം. പിന്നെ നാഷണൽ ഇന്റർനാഷണൽ ലെവലില് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രെയിനിങ് നൽകണം. അവർക്ക് സ്മാർട്ട് ക്ലാസ്സസ് ഉണ്ടാവണം. പിന്നെ ലൈബ്രറി, ലാബ്സ്, പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്നതെല്ലാം ഇവർക്ക് ലഭിക്കണം. എന്നാലേ ഗവൺമെന്റ് സ്കൂളിനെ പേരൻസിന് വിശ്വാസം വരൂ. എന്നാലേ എല്ലാ കാര്യങ്ങളിലും അവർക്ക് മറ്റുള്ളവരെന്താ വിജയിക്കാൻ പറയുന്നത് പറ്റും. വെച്ചാൽ താങ്കൾ പ്രൈവറ്റ് സ്കൂളിന് സപ്പോർട്ട് ചെയ്യാണ്, അവർക്ക് ഫീസ് കൂട്ടാനുള്ള എല്ലാ സാധ്യതയും താങ്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന്. രജിത് സാർ, ഡൽഹിയില് ഏത് എഡ്യൂക്കേഷനാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂൾ, ഇത് ഡൽഹി സ്കൂൾ ആക്ട് 1973യുടെയാണ്. പിന്നെ ആ ആക്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടും പഴയ ഗവൺമെന്റ് അത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഇപ്പോഴും ഡൽഹി പ്രൈവറ്റ് സ്കൂളിന്റെ ഫീസിന്റെ കാര്യത്തിൽ ആദ്യമുള്ള ഗവൺമെന്റ് അതിനെതിരെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വഴിയും ഒരു നിയമവും ഇല്ലാതെ, ഇതുവരെയായിട്ടും ഒരു ഇംപ്ലിക്കേഷനും ഇല്ലാതെ ഫസ്റ്റ് ടൈം ഒരു ഗവൺമെന്റ് ധൈര്യമായിട്ട് കളത്തിലിറങ്ങി ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈവറ്റ് സ്കൂളുകാർ അവരുടെ ഇഷ്ടത്തിന് ഫീസ് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കണം, പേരൻസ് അതിലെങ്ങനെ ഇൻവോൾവ് ആയിരിക്കണം, ടീച്ചേഴ്സ് അതിലെങ്ങനെ ഇൻവോൾവ് ആകണം എന്നൊക്കെ ഫസ്റ്റ് ടൈം ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഡൽഹി സ്കൂളിന്റെ ഫീസുകൾ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് പ്രൈവറ്റ് സ്കൂളിനെല്ലാം പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവരിരുന്ന് കരയാണ്, എന്തിനാ ഞങ്ങളുടെ സ്കൂളിന് ഇങ്ങനെ ചെയ്തേന്ന്, ഞങ്ങളെക്കൊണ്ട് ഈ ഫീസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലെന്ന്. കഴിഞ്ഞ ഗവൺമെന്റും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, എല്ലാം വെറും നാടകമായിരുന്നു. അതല്ലാതെ എല്ലാം ഇതുപോലെ താങ്കൾ പറഞ്ഞ അവരെന്തെങ്കിലും ഇതുപോലെ നിയമം കൊണ്ടുവന്നിട്ടുണ്ടോന്ന്? ഡൽഹിയിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്നോട് ചോദ്യം എന്താന്ന് വെച്ചാ, ഇപ്പൊ ഡൽഹിയിൽ എപ്പോ മഴ പെയ്താലും വിൻഡോ ബ്രിഡ്ജ് മുങ്ങിപ്പോവോ അതോ ഇനി ബസ്സുകളും ഒക്കെ മുങ്ങിപ്പോവോ? നിങ്ങളുടെ പ്രശ്നം ന്യായമാണ്. ഡൽഹിയിൽ ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴും വിൻഡോ ബ്രിഡ്ജ് മുങ്ങിപ്പോകുന്നു. ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് നമ്മൾ ചെറിയ വയസ്സ് മുതലേ കാണുന്നതാണ്. അവിടെയുള്ള വിൻഡോ ബ്രിഡ്ജിന്റെ മുകളിലുള്ള ബസ്സുകൾ 75 to 80% വരെ മുങ്ങിപ്പോകുന്നു. പിന്നെ ഈ 4 മാസത്തിനകം ഞാനൊരു 5-6 പ്രാവശ്യം ആ വിൻഡോ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം ഇപ്രാവശ്യം വിൻഡോ ബ്രിഡ്ജ് മുങ്ങിപ്പോരുതെന്നുള്ളതുകൊണ്ട്. ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കാര്യം മനസ്സിലായി. അവിടെ പമ്പ് വെക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ദൈവം ട്രയലിന് വേണ്ടി അവിടെ മഴ പെയ്ച്ചു. ട്രയൽ ചെയ്തപ്പോൾ മനസ്സിലായി അത് അവിടെ വർക്കൗട്ട് ആവില്ലെന്ന്. പിന്നെ ഓട്ടോമാറ്റിക് വെക്കാന്ന് വിചാരിച്ചു. ആ ഓട്ടോമാറ്റിക്കും മഴയിൽ അങ്ങനെ മുങ്ങിപ്പോയി. പിന്നെ വിചാരിച്ചു അവിടെ തന്നെ ഒരു പമ്പ് ഓപ്പറേറ്ററെ തന്നെ നിർത്താവുന്നു. അപ്പോൾ അവിടെയുള്ള പൈപ്പ് പൊട്ടിപ്പോയി. പിന്നെ ആ പൈപ്പ് ശരിയാക്കി. അതിനുശേഷം 3 മഴ വന്നു, വിൻഡോ ബ്രിഡ്ജ് മുങ്ങിയില്ല കേട്ടോ. സാർ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, പൊതുജനങ്ങൾ ഇത്രത്തോളം സിൻസിയറായിട്ട് മാറി പ്രശ്നങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സൊല്യൂഷൻ കിട്ടും. സോ ഡൽഹിക്ക് തീർച്ചയായിട്ടും തീരുമാനമുണ്ടാവും. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം, ഡൽഹിയിലെ വ്യാപാരികൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്നാണ്. അവർ വളരെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഡൽഹിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെ വളരെ മോശം അവസ്ഥയിലാണ്. ഇതിങ്ങനെ എത്ര കാലം തുടരും? ഡൽഹിയിൽ മൾട്ടിപ്പിൾ ഏജൻസി സിസ്റ്റം ഉണ്ട്. ഒരിടത്ത് ഡൽഹി സർക്കാരുണ്ട്, നഗരസഭയുണ്ട്, പിന്നെ PWD ഉണ്ട്, NDMC, പിന്നെ DSIDC, ഇങ്ങനെ എല്ലായിടത്തിലും ഏജൻസികളുണ്ട്. ഏജൻസികൾ എങ്ങനെ ലോക്കായെന്ന് വെച്ചാൽ എല്ലാ ജോലികളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇതുപോലൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ ഗവൺമെന്റ് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ജോലി ചെയ്യും. പിന്നെ ഒരു വലിയ ജോലി എന്താന്ന് വെച്ചാൽ, ഡൽഹിയുടെ ചരിത്രത്തിൽ ആരും ഇതുപോലെ ചിന്തിച്ചു കാണില്ല, പിന്നെ ചെയ്യാനുള്ള ധൈര്യവും കിട്ടിക്കാണില്ല. ലൈസൻസിംഗ് പ്രക്രിയയെ ബെറ്റർ മാറ്റാൻ വേണ്ടി ഞങ്ങൾ പോലീസുകാരോട് ലൈസൻസിംഗ് ഒക്കെ നീക്കി ഇന്ന് മുഴുവനും എല്ലാ കാര്യങ്ങളും മാറ്റി വെറും ഒരു ഏജൻസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കാരണം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇത് ഡൽഹിയുടെ വലിയൊരു ജോലിയാണ്. വ്യാപാരികൾക്ക് അത് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഡൽഹി ഗവൺമെന്റ് ട്രേഡർ വെൽഫെയർ ബോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ അവരുടെ ഇൻവോൾവ്മെന്റ് കാണും. അവരുടെ കൂടെ ചേർന്ന് എങ്ങനെ ജോലി നടക്കുന്നു വെച്ചാ, ആദ്യമായിട്ട് ഡൽഹിയിൽ ഫാക്ടറി ലൈസൻസ് MCDയും കൊടുക്കുന്നു, ഡൽഹി ഗവൺമെന്റും കൊടുക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകുന്നത്. MCDയെ അവിടുന്ന് മാറ്റി വെറും DSIDC, ഡൽഹി ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, ഹീസ് ഡൂയിങ് ബിസിനസ്, ഇതിലെല്ലാത്തിലും ജോലി ചെയ്ത് ഞങ്ങൾ കച്ചവടക്കാരെ എൻകറേജ് ചെയ്യുന്നു.
ഇനി മുതൽ ബെറ്ററായിട്ടുള്ള സൗകര്യങ്ങൾ കച്ചവടക്കാർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നവരാണല്ലോ. പക്ഷേ നിങ്ങളുടെ ഭരണകാലയളവിൽ ഗോമാതാക്കൾക്ക് ഈ അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ടാണ് ഡൽഹിയുടെ റോഡുകളിൽ ഗോമാതാക്കൾക്ക് വേസ്റ്റ് കഴിക്കേണ്ട അവസ്ഥ വരുന്നത്? നിങ്ങളുടെ കയ്യിൽ ഗോമാതാക്കളുടെ വെൽഫെയറിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത് ശരിക്കും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ജോലിയും നമ്മുടെ ഗോമാതാവിന് റോഡില് ആർക്കും പ്രശ്നമുണ്ടാക്കാതെ സഞ്ചരിക്കാനുള്ള അവസരം ഇന്ത്യൻ ഗവൺമെന്റ് അവർക്കൊരുക്കുന്നുണ്ട്. ഞാൻ തുടങ്ങിവെച്ച ആദ്യത്തെ കാര്യം ഡൽഹിയിൽ ഗോശാല നിർമ്മിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നുണ്ട്. നേരത്തെയുള്ള ഗവൺമെന്റ് കുറേ വർഷങ്ങളായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ അവിടെയുള്ള എല്ലാ ഗോശാലകൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് റിലീസ് ചെയ്തത്. കാരണം ആ ഗോശാലകൾ നന്നായിട്ട് പോകണം. അതാണ് കാര്യം. ഡൽഹിയിൽ പുതിയൊരു ഗോശാല നിർമ്മിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അവിടെയുള്ള ക്ഷീരകർഷകർ അവർ ഡെയിലി പാല് കറന്നിട്ട് അവരുടെ പശുക്കളെല്ലാം റോഡിലേക്ക് അഴിച്ചുവിടുന്നു. അതുപോലെ എല്ലാ ക്ഷീരകർഷകർക്കും ഒരു ഉത്തരവാദിത്തം കാണിക്കാറില്ല. ഉത്തരവാദിത്തം കാണിക്കേണ്ടത് അവരുടെ കടമയാണ്. അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നമെന്ന്, എന്തിനാ സിറ്റിയുടെ നടുക്കിരുന്നിട്ട് നിങ്ങളുടെ പശുക്കളെല്ലാം നടു റോഡിലേക്ക് അഴിച്ചുവിടുന്നതെന്ന്. അതിന് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലെന്നും. അവിടെ ഗോബർ ഗ്യാസ് പ്ലാന്റ് ഇല്ല, അവിടെ വെള്ളമില്ല, അവിടെ സീവേജ് സിസ്റ്റം ഇല്ല, ഡ്രൈനേജ് സിസ്റ്റം ഇല്ല. പിന്നെ ഞങ്ങൾ എന്താ മേഡം ചെയ്യേണ്ടതെന്ന്. പിന്നെ സത്യം പറഞ്ഞാ അവര് പറഞ്ഞത് ന്യായമുണ്ട്. ഇന്ന് ക്ഷീരകർഷകരുടെ കോളനിയിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ടുള്ള ദിശയിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. ആ ഡയറി കോളനി സിറ്റിയുടെ നടുക്കാണുള്ളത്. അതൊക്കെ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കി അവിടേക്ക് പശുക്കളെ അഴിച്ചു വേണം. അതല്ലാതെ റോഡിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളെ തൊഴുത്തിലേക്ക് പറഞ്ഞു വിടുവാനും പിന്നെ തൊഴുത്തുണ്ടാക്കാനുള്ള ഗ്രാന്റും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. പിന്നെ മൂന്നാമത്തെ ഉത്തരവാദിത്തം, ആരാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ പശുക്കളെ സിറ്റിയിലേക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ അതിന് കാര്യമായ നടപടി എടുക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ പ്രൈമസസ് സീൽ ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് കട്ട് ചെയ്യാം. ഇനി പശുക്കളെ റോഡിലേക്ക് അഴിച്ചുവിടാൻ സമ്മതിക്കില്ല. ആ പശുക്കളാണെങ്കിൽ അവിടെയുള്ള വേസ്റ്റുകളൊക്കെ കഴിച്ചിട്ട് പശുക്കൾ ചത്തുപോകുന്നു. അതുവഴി വരുന്നവർക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നു. പശുക്കൾ കാരണം ആക്സിഡന്റ് നടക്കുന്നു. വാഹനം ഇടിച്ച് പശുക്കൾക്കും പരിക്ക് പറ്റുന്നു. ഇനിയും ഡൽഹി ഞങ്ങൾ ഇത് അനുവദിക്കില്ല. ഇതിനുവേണ്ടി സർക്കാർ തുടർന്ന് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും ജനങ്ങൾ ചോദിച്ചാലും, അത് പശുവാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, പൊല്യൂഷൻ ആണെങ്കിലും, താങ്കൾക്ക് ധാരാളം ജോലികൾ ബാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിനുവേണ്ടി ഞാൻ ദിവസം ഓർമ്മിപ്പിക്കും. ഇത്രയധികം അവര് ജോലി വിട്ടിട്ട് പോയല്ലോ ഒരു പ്രശ്നമില്ല രജിത് സാർ. ജോലികളെല്ലാം വളരെ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. അവരെല്ലാത്തിലും എങ്ങനെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ചാ, അതിപ്പോ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഡൽഹിയിലെ ഗവൺമെന്റ് അവിടെ സെൽഫ് ഡിഫൻസ് ജനങ്ങളില്ലേ, അതിലൊരു 500 പേര് ആവശ്യമുണ്ട്. നമ്മുടെ നേതാവാണെങ്കിൽ ഒരു 25,000 പേരെ അപ്പോയിന്റ് ചെയ്തു. 25,000 പേരെ ഗവൺമെന്റ് കൊണ്ടുവന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കും. ഓഡ് ഈവൻ, റെഡ് ലൈറ്റിൽ നിർത്തിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നു, കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നു. ഇതിലും അഴിമതി കാണിച്ചിരിക്കുകയാണ്. ഒരാളുടെ ജോലി പരസ്യ ബോർഡ് കാണിക്കുന്നതാണ്. അയാൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുന്നുണ്ട്. 30,000 രൂപ ഇവിടെയുള്ള എഞ്ചിനീയർമാർ പോലും വാങ്ങിക്കുന്നില്ല. പരസ്യ ബോർഡ് കാണിക്കുന്നവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ കോടതി ഉത്തരവിട്ടു നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, ഇതിൽ അഴിമതിയുണ്ടെന്ന്. പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരെയും പിൻവലിച്ചു. എന്നിട്ടും അതിലൊരു 20-25,000 പേര് പിന്നെയും ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ആ ബസ് മാർഷൽ ആ ബസ്സിലുണ്ടാവുമല്ലോ. ഇന്ന് ഇലക്ട്രോണിക് ബസ്സുകൾ വന്നു. അതിൽ ക്യാമറ ഉണ്ടല്ലോ. പാനിക് ബട്ടൺ ഉള്ളതുകൊണ്ട് അതിൽ മാർഷൽ ആവശ്യമില്ലല്ലോ. ആ മാർഷൽ ദിവസവും ചുറ്റിക്കൊണ്ടിരിക്കുവോ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. ഇത്രയും വർഷമായിട്ട് ഒരു പെർമനന്റ് എംപ്ലോയിയെ പോലും ജോലിക്ക് വെച്ചിട്ടില്ല. എല്ലാം കോൺട്രാക്റ്റിലാണ് പോകുന്നത്. ആദ്യമായിട്ട് ഗവൺമെന്റ് ഈ 15-20 വർഷത്തെ ഭരണത്തിന് ശേഷം പെർമനന്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പൊ 6-ാം തീയതി 15,000 നഴ്സസിന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാൻ പോവാ. പെർമനന്റ് നഴ്സസ് വന്നു കഴിഞ്ഞാൽ കോൺട്രാക്റ്റിലുള്ളവർ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. ഇതുപോലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാതിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അയ്യോ, നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷേ ഈ സിസ്റ്റം മുഴുവൻ കൊളമാക്കാതെ പോയാൽ മതിയായിരുന്നു. ഡൽഹിയെ നശിപ്പിക്കുന്ന രീതി തള്ളിവിട്ടിരിക്കുകയാണ്. അവര് സത്യത്തിൽ അതാണ് ചെയ്തത്.